ഗുഡ് ഈവനിങ് എവ്രി വൺ. സംസ്കൃതിയുടെ ലൈവ് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് യൂണിറ്റ് ഫോർ ബിസിനസ് ഫിനാൻസ് ആണ്. അപ്പോൾ ഈ ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞുള്ള യൂണിറ്റിൽ ഇതിനു മുൻപ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് കവർ ചെയ്ത് പോകുന്നത്. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ യൂണിറ്റ് 4 ബിസിനസ് ഫിനാൻസിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് എന്താണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, വർക്കിംഗ് ക്യാപിറ്റൽ, ഡിവിഡൻഡ് ഡിസിഷൻസ്. ഇതാണ് മെയിൻ ആയിട്ട്. ഈ ഒരു ഏരിയ ആണ് എല്ലാ വർഷവും ഈ ഇത്രയും ഏരിയാസിൽ നിന്നാണ് ഈ യൂണിറ്റ് 4 ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്. ഇത്രയും ഏരിയാസ് ആണ്, ഈ ഒരു ചെറിയ യൂണിറ്റ് ആണ് ഈ ഒരു ഇത്. അപ്പൊ നമുക്ക് ഇതിൽ മൊത്തം എല്ലാ ക്വസ്റ്റ്യൻസും, ഇതുവരെയും ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ദ റിക്വയർമെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് എ ഫേം? ഈ കൊടുത്തിട്ടുള്ള ഇതില് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം അത് തീരുമാനിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. നേച്ചർ ഓഫ് ബിസിനസ്, ടെക്നോളജി ആൻഡ് മാനുഫാക്ചറിംഗ് പോളിസി, മാനേജ്മെന്റ് സ്കിൽസ്, ക്രെഡിറ്റ് പോളിസി, മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് കണ്ടീഷൻസ്. ദെൻ ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ബിലോ. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതില് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? വർക്കിംഗ് ക്യാപിറ്റൽ നമുക്കറിയാലോ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ ഡേ ടു ഡേ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? നേച്ചർ ഓഫ് ബിസിനസ്, അത് നമുക്കറിയാലോ. നേച്ചർ ഓഫ് ബിസിനസിന്റെ നേച്ചർ എങ്ങനെയാണ്, ഇപ്പൊ വലുതാണോ ചെറുതാണോ, അതനുസരിച്ചിട്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് നമ്മൾ തീരുമാനിക്കുന്നത്. അതുപോലെ ടെക്നോളജി, മാനുഫാക്ചറിംഗ് പോളിസി, അത് വർക്കിംഗ് ക്യാപിറ്റൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ക്രെഡിറ്റ് പോളിസി, അതായത് ഇപ്പൊ ചില ഫേംസ് എന്ന് പറഞ്ഞാൽ മൊത്തം ക്യാഷിന് മാത്രമായിരിക്കും സെയിൽസ് ചെയ്യുന്നത്. ചിലവർ ചിലപ്പോൾ ഫുൾ ക്രെഡിറ്റിലായിരിക്കും സെയിൽ ചെയ്യുന്നത്, ചിലവർ മിക്സ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ അതൊരു ഫാക്ടറാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് കണ്ടീഷൻസും അതും എന്താണ്? ക്രെഡിറ്റ് പോളിസി അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടറാണ്. അപ്പൊ ഇവിടെ മാനേജ്മെന്റ് സ്കിൽസ് അത് ഒരിക്കലും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിനെ വരുന്ന ഫാക്ടർ അല്ല. ബാക്കിയുള്ളതാണ് എന്ത് വരുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സിൽ വരുന്നത്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? നേച്ചർ ഓഫ് ബിസിനസ്, ടെക്നോളജി ആൻഡ് മാനുഫാക്ചറിംഗ് പോളിസി, ക്രെഡിറ്റ് പോളിസി, മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് കണ്ടീഷൻസ്. ഇത്രയുമാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് ചോദിക്കുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റൻ ആണ്. കുറച്ച് ഫാക്ടേഴ്സ് തന്നിട്ട് അത് ഇതിൽ വരുന്നതാണോ, അല്ലെങ്കിൽ അങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഡിറ്റർമൈൻ ചെയ്യുന്ന. ആ ഫാക്ടേഴ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ഇതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ following items, that is stages of capital budgeting in correct sequence. കറക്റ്റ് ആയിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ സ്റ്റേജസ് ഓർഡർ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, അസംബ്ലിംഗ് ഓഫ് പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്, ഡിസിഷൻ മേക്കിംഗ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് പെർഫോമൻസ് റിവ്യൂ, പ്രിപ്പറേഷൻ ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റ് ആൻഡ് അപ്രോപ്രിയേഷൻ. ഇത്രയുമാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. അതിനെ കറക്റ്റ് സീക്വൻസ്, ഒരു ഓർഡർ ഉണ്ടല്ലോ, അതിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം അതിനു മുമ്പ് എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഇതുപോലെ ഉണ്ടാവാറുണ്ട് എല്ലാ എക്സാംസിനും. അപ്പൊ എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ നമ്മൾ എടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഇൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇനി എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നമ്മളിപ്പോ ഈ ഒരു എക്സ്പെൻഡിച്ചർ നമുക്ക് വരികയാണ്. അങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത്, ഇന്ന് നമുക്ക് എക്സ്പെൻസ് വന്നു, പക്ഷെ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ചിലപ്പോൾ കിട്ടുന്നത് ഒത്തിരി നാൾ കഴിയുമ്പോൾ, എക്സീഡിങ് 1 ഇയർ ഒക്കെ കഴിയുമ്പോഴായിരിക്കും. ഇപ്പൊ അഡ്വർടൈസ്മെന്റിൽ നമ്മൾ ഇപ്പോൾ സ്പെൻഡ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ ഉടനടി റിസൾട്ട് കിട്ടണം എന്നില്ല. ഒരു
അത് കുറച്ച് കാലയളവ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് നമ്മൾ എത്രയാണോ ചെലവാക്കുന്നത് അതിന് ചിലപ്പോൾ നമുക്കൊരു റിട്ടേൺ കിട്ടുള്ളൂ. അപ്പോൾ അതിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ ദ ബെനിഫിറ്റ് ഓഫ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു ബി റിസീവ്ഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിൽ നിന്നുള്ള ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ നമ്മൾ അതില് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അതിൽ മേക്ക് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നത്? അതായത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ ആ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കണ്ടുപിടിച്ച് അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണ്. അതിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ കുറെ സ്റ്റെപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്താണ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ ചുറ്റും നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ അവസരങ്ങളാണുള്ളത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ആദ്യത്തേത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ അസംബ്ലിംഗ് ഓഫ് പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മളിപ്പോൾ ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഈ നമുക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ കോസ്റ്റും ഇപ്പോൾ ഒരു പ്രോജക്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഓൾട്ടർനേറ്റീവില് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എത്ര റിട്ടേൺ കിട്ടും, ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഓപ്ഷൻസ് എടുത്തിട്ട് എന്ത് ചെയ്യും, അനാലിസിസ് ചെയ്യും. ഇന്നതിൽ നിന്ന് ഇന്ന ഒരു പ്രോജക്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്ന റിട്ടേൺ, അല്ലെങ്കിൽ സെക്കൻഡ് അടുത്ത ഓപ്ഷനിലാണെങ്കിൽ എങ്ങനെയായിരിക്കും റിട്ടേൺ, അങ്ങനെ നമ്മൾ പല പല അനാലിസിസ് ചെയ്യും. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അസംബ്ലിംഗ് ഓഫ് പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. തേർഡ് വൺ അത് കഴിഞ്ഞിട്ട് ഡിസിഷൻ മേക്കിംഗ്, ഒരു തീരുമാനം എടുക്കുക. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റ് ആൻഡ് അപ്രോപ്രിയേഷൻ, നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും, എങ്ങനെയൊക്കെയാണ്, എത്ര രൂപയൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് പെർഫോമൻസ് റിവ്യൂ. അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത തീരുമാനം നടപ്പിലാക്കുക, അതുപോലെ തന്നെ നമ്മൾ അത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് റിവ്യൂയും ചെയ്യും. അപ്പൊ ഇതാണ് സ്റ്റെപ്പിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് വരുന്നത്. ഫസ്റ്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ദെൻ അസംബ്ലിംഗ് ഓഫ് പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്, decision making, then preparation of capital budget and appropriation, then the last stage is implementation and performance review. ഇങ്ങനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ സ്റ്റെപ്സ് വരുന്നത്. നെക്സ്റ്റ് വൺ, given below are two statements. Statement 1, modified IRR, that is internal rate of return, is based on reinvestment assumption. Statement 2, value additive principle is not applicable in NPV. In light of the above statement, choose the most appropriate answer from the option given below. ഇത് IRR മെത്തേഡും NPVയും. ഈ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് എന്ത്, NPV എന്നൊക്കെ പറയുന്നത്. അത് നമുക്കിപ്പോ ഒരു ക്യാപിറ്റൽ, ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ അതിന്റെ പ്രോഫിറ്റബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി മെത്തേഡ്സ് അവൈലബിൾ ആണ്. അതായത് ട്രഡീഷണൽ മെത്തേഡ്സും അതുപോലെ ഡിസ്കൗണ്ടഡ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടൈം അഡ്ജസ്റ്റഡ് മെത്തേഡ്സ്, അങ്ങനെ രണ്ട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. ട്രഡീഷണൽ മെത്തേഡിൽ വരുന്നത് പേ ബാക്ക് പീരീഡ്, ദെൻ ഇംപ്രൂവ്മെന്റ് ഓഫ് ട്രഡീഷണൽ അപ്രോച്ച് ടു പേ ബാക്ക് പീരീഡ് ഉണ്ട്, ദെൻ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് ഓർ അക്കൗണ്ടിങ് മെത്തേഡ്, അങ്ങനെയാണ് വരുന്നത്. ദെൻ ട്രഡീഷണൽ അല്ലെങ്കിൽ ടൈം അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് മെത്തേഡിൽ നെറ്റ് പ്രസന്റ് വാല്യൂ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്, അങ്ങനെ 3 മെത്തേഡ്സ് വരുന്നുണ്ട്. ഇതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ, അതിന്റെ പ്രോഫിറ്റബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡ് ജസ്റ്റ് ഒന്ന് പറയാം. ട്രഡീഷണൽ മെത്തേഡിൽ വരുന്ന ഒരു മെത്തേഡാണ് പേ ബാക്ക് പീരീഡ്. എന്താണ് പേ ബാക്ക് പീരീഡ്? ഇതിന്റെയൊക്കെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക്. ഓൾസോ റെക്കോർഡഡ് സെഷനും ഒരു ഇതിന്റെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്കിതിപ്പോ ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര നാൾ കൊണ്ട് നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത തുക നമുക്ക് തിരികെ കിട്ടും. ഇപ്പൊ ഒരു 5 lakh rupees ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര നാൾ കൊണ്ട് നമുക്ക് ആ 5 lakh rupees നമുക്ക് തിരിച്ചു കിട്ടും. ഇതാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ. സോ പേ ബാക്ക് പീരീഡ് ഇസ് ദ
പീരീഡ് ഇൻ വിച്ച് ദ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് പേ ബാക്ക് ഇറ്റ് സെൽഫ്. നമുക്ക് എത്ര നാൾ കൊണ്ട് അല്ലെങ്കിൽ എത്ര പീരീഡ് ഓഫ് ടൈം എടുക്കും ഫോർ ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് ടു ബി റിക്കവേർഡ്. അതാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആക്ച്വലി എപ്പോഴും എന്താണ് ഷോർട്ടർ പേ ബാക്ക് പീരീഡ് ഉള്ളതായിരിക്കും കമ്പനി എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. എത്ര കുറവ് കാലയളവ് കൊണ്ട് നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് തിരികെ കിട്ടുന്നോ ആ പ്രോജക്റ്റ് ആയിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അതാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതിൽ മെയിൻ ആയിട്ട് വരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ പേ ബാക്ക് പീരീഡ് ആണ്. ഫസ്റ്റ് ട്രഡീഷണൽ മെത്തേഡിൽ വരുന്ന ഒരു മെത്തേഡ് ആണ് പേ ബാക്ക് പീരീഡ്. പിന്നെ ഇംപ്രൂവ്മെന്റ് ഓഫ് പേ ബാക്ക് പീരീഡ് ഓവർ അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. അതിൽ വേറൊന്നുമില്ല, പേ ബാക്ക് പീരീഡിന്റെ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പേ ബാക്ക് പീരീഡിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, അവിടെ പേ ബാക്ക് പീരീഡ് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഒരു 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, പക്ഷെ 3-ാമത്തെ വർഷം ആയപ്പോൾ തന്നെ നമ്മൾ എത്ര രൂപയാണോ മുടക്കിയത് അത് നമുക്ക് തിരികെ കിട്ടി. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള ക്യാഷ് ഫ്ലോസ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടും നമുക്ക് കിട്ടും ക്യാഷ് ഫ്ലോസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഫ്ലോസ് ഈ ട്രഡീഷണൽ മെത്തേഡായ പേ ബാക്ക് പീരീഡിൽ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ട്രൂ പ്രോഫിറ്റബിലിറ്റി എത്രയാണെന്ന് കറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് പറ്റില്ല. അപ്പൊ അത് ഈ നമ്മളുടെ പേ ബാക്കിന് ശേഷമുള്ള ഇൻഫ്ലോസും കൂടി കൺസിഡർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇംപ്രൂവ്മെന്റ് ഇൻ ട്രഡീഷണൽ അപ്രോച്ച് ടു പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞ മെത്തേഡ്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് അത് മാത്രം ഒന്ന് അറിഞ്ഞു വെക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഒരു മെത്തേഡ് വരുന്നതാണ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ഹോൾ ലൈഫിൽ എത്ര വർഷത്തേക്കാണ്, അതില് നമ്മൾ എത്ര ആണ് എക്സ്പെക്ട് ചെയ്യുന്ന ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏർണിങ്സ് ഓവർ ദി ഹോൾ ലൈഫ്, മൊത്തം ആ ഒരു ലൈഫിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ടോട്ടൽ കിട്ടുന്ന ഏർണിങ്സ്, അതാണ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇനി വരുന്നതാണ് ടൈം അഡ്ജസ്റ്റേർഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഈ ടൈം അഡ്ജസ്റ്റേർഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഈ മെത്തേഡിൽ ട്രഡീഷണൽ മെത്തേഡിൽ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. എന്താണ് ടൈം വാല്യൂ? ടൈം വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ കിട്ടുന്ന എമൗണ്ടിനാണ് ഫ്യൂച്ചറിൽ ഇപ്പൊ ഇന്നിപ്പോ ഒരു 1000 രൂപ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ചൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സെയിം എമൗണ്ട് ഓഫ് ഈ 1000 റുപ്പീസ് ഒരു നെക്സ്റ്റ് മന്ത് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ഇതേ എമൗണ്ട് തന്നെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തില്ല, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. അതാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ, മണി റിസീവ്ഡ് ടുഡേ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ മോർ വാല്യൂ, അതാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ. അപ്പൊ ട്രഡീഷണൽ മെത്തേഡിൽ ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല. ഈ ടൈം അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് മെത്തേഡിൽ എന്ന് പറയുമ്പോൾ അത് ടൈം വാല്യൂ അതായത് എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടൈം അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അതിൽ വരുന്ന 3 മെത്തേഡ്സ് ആണ് NPV, ദാറ്റ് ഇസ് നെറ്റ് പ്രസന്റ് വാല്യൂ, ദെൻ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുണ്ട്. അതിൽ NPV ജസ്റ്റ് പറയാം. NPV മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡേൺ മെത്തേഡ് ഓഫ് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. ഇതിൽ ടൈം വാല്യൂ കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ ഈ മെത്തേഡിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻഫ്ലോസും അല്ലെങ്കിൽ എല്ലാ ഔട്ട്ഫ്ലോസും അത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് NPV എന്ന് പറഞ്ഞാൽ. സോ ദെൻ IRR മെത്തേഡ് ഉണ്ട്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡിൽ എന്ന് പറഞ്ഞാൽ ഏത് റേറ്റിലാണ്, എപ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻഫ്ലോ നമ്മൾ എത്ര രൂപയാണോ മുടക്കുന്നത് അത് ഏത് റേറ്റിലാണ് എന്തായിട്ട് ഈക്വൽ ആവുന്നത്, NPV ഈക്വൽ ആവുന്നത്, അതാണ് IRR. ഏത് റേറ്റിലാണ് നമ്മളുടെ ക്യാഷ് ഇൻഫ്ലോസ് ക്യാഷ് ഔട്ട്ഫ്ലോസിനോട് ഈക്വൽ ആവുന്നത്, ആ മെത്തേഡ് അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന മോഡേൺ മെത്തേഡാണ് IRR മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളതും 2 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നത് മോഡിഫൈഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ബേസ്ഡ് ഓൺ റീഇൻവെസ്റ്റ്മെന്റ് അസംഷൻ. റീഇൻവെസ്റ്റ്മെന്റ് അതായത് നമുക്ക് തിരികെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള അസംഷനിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് വാല്യൂ അഡിറ്റിവിറ്റി പ്രിൻസിപ്പിൾ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ NPV. NPVയില് വാല്യൂ അഡിറ്റിവിറ്റി പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതില് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വരുന്നത്,
സ്റ്റേറ്റ്മെന്റ്, അതായത് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, പക്ഷെ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഇസ് ഈ വാല്യൂ അഡിറ്റിവിറ്റി പ്രിൻസിപ്പിൾ എന്താണ്? വാല്യൂ അഡിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോ അതായത് നമുക്കൊരു ലാർജർ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന NPV, അതിൽ നിന്ന് കിട്ടുന്ന NPV എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രോജക്റ്റിന്റെ NPVയുടെ ടോട്ടൽ അതിനോട് ഈക്വൽ ആയിരിക്കും. ലാർജർ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന NPV നമ്മൾ ചെറിയ ചെറിയ ചെയ്യുന്ന പ്രോജക്റ്റിന്റെ, അതായത് സ്മോളർ NPVനോട് ഈക്വൽ ആയിരിക്കും. അതാണ് വാല്യൂ അഡീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ലാർജർ NPV ഓഫ് ആൻ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റ് ഇസ് സം ഓഫ് ഓൾ സ്മോളർ NPV. ഒരു ലാർജർ NPV, ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റിൽ നമുക്ക് കിട്ടുന്ന NPV അതിനോട് ഈക്വൽ ആയിരിക്കും എല്ലാ സ്മോൾ NPVs നമ്മൾ വേറെ വേറെ പ്രോജക്റ്റിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പൊ ഇതാണ് എന്താ വാല്യൂ അഡിറ്റിവിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇവിടെ പറയുന്നത്, അപ്പോൾ വാല്യൂ അഡിറ്റിവിറ്റി പ്രിൻസിപ്പിൾ ഇത് നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, പക്ഷെ അത് NPVയിൽ വരുന്നതാണ്. ഈ വാല്യൂ അഡിറ്റിവിറ്റി പ്രിൻസിപ്പിൾ NPVയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. നെറ്റ് പ്രസന്റ് വാല്യൂവില് നമ്മൾ എല്ലാ ഇൻഫ്ലോസും, എല്ലാ പ്രോജക്റ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ഒക്കെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ അത് കൺസിഡർ ചെയ്യുന്നതാണ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ്, ദെൻ സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഇൻകറക്റ്റ്. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. മോഡിഫൈഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് ബേസ്ഡ് ഓൺ റീഇൻവെസ്റ്റ്മെന്റ് അസംഷനെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് ദ വാല്യൂ അഡിറ്റീവ് പ്രിൻസിപ്പിൾ ഈസ് ഓൾസോ ആപ്ലിക്കബിൾ ഇൻ NPV. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, value of total NPV of bigger project is equal to summation of all smaller NPV project. Next one is, according to theory of dividend, the firm should follow investment policy of accepting all positive NPV project and paying out dividend if and only if fund are available. ഇത് dividend decision theory-നെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ dividend decision theories നമുക്ക് പറയാം ഇറലവൻസ് തിയറിയും ഉണ്ട്, റെലവൻസ് തിയറിയും ഉണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് തിയറി ഉണ്ട്. ഇറലവൻസും ഉണ്ട്, റെലവൻസ് തിയറിയും ഉണ്ട്. ഇറലവൻസ് തിയറിയിൽ വരുന്നതാണ് MM തിയറി. അതായത് ഫേം എന്ത് ഡിവിഡൻഡ് ഡിസിഷൻ എടുത്താലും അത് എന്താണ് എഫക്റ്റ് ചെയ്യില്ല, വാല്യൂ ഓഫ് ദ ഫേമിനെ എഫക്റ്റ് ചെയ്യില്ല. അതാണ് ഇറലവൻസ് തിയറി എന്ന് പറഞ്ഞത്. ഡിവിഡൻഡ് ഡിസിഷൻ ഇറലവന്റ് ആണ്, എന്ത് തീരുമാനം ആയിക്കോട്ടെ വിച്ച് ഇസ് നോട്ട് എഫക്റ്റഡ്, അതായത് എഫക്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നതാണ് ഇറലവൻസ് തിയറി എന്ന് പറയുന്നത്. ഇനി അതിൽ വരുന്നതാണ് MM തിയറി, അതുപോലെ റെസ്യൂഡിയൽ തിയറി എന്ന് പറയുന്നത്. ദെൻ റെലവൻസ് തിയറിയിൽ വരുന്ന രണ്ട് തിയറീസ് ആണ്. വാൾട്ടർ മോഡലും ഉണ്ട്, ഗോർഡൺ മോഡലും ഉണ്ട്. വാൾട്ടറും ഉണ്ട്, ഗോർഡനും ഉണ്ട്. അപ്പൊ ഓർത്ത് വെക്കുക, ഇതും ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുന്നതാണ്. ഇറലവൻസ് തിയറിയിലും അതുപോലെ തന്നെ റെലവൻസ് തിയറിയിലും വരുന്നത് ഏതാണെന്ന്. സോ ഇറലവൻസ് തിയറിയിലാണ് MM തിയറിയും, അതുപോലെ MM മീൻസ് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ തിയറി, അതുപോലെ റെസ്യൂഡിയൽ തിയറി. ദെൻ റെലവൻസ് തിയറിയിലാണ് വാൾട്ടർ മോഡലും ഗോർഡൺ മോഡലും വരുന്നത്. ഇനി ഇതിൽ നമുക്കിപ്പോൾ ചോദിച്ചിട്ടുള്ളത്, according to the theory of dividend, the firm should follow its investment policy of accepting all positive NPV project and paying out dividend if only if the fund are available. അതായത് ഫണ്ട് അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് എന്ത് പേ ചെയ്യുള്ളൂ, ഡിവിഡൻഡ് പേ ചെയ്യുള്ളൂ. അത് ഏത് തിയറി ഓഫ് ഡിവിഡൻഡിലാണ് പറയണേന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് റെസ്യൂഡിയൽ തിയറിയാണ്. റെസ്യൂഡിയൽ തിയറിയിൽ റെസ്യൂഡിയൽ മീൻസ് ലെഫ്റ്റ് ഓവർ എന്നാണ് മീനിങ്. അതായത് എന്തെങ്കിലും അവർക്ക് എന്താണ് ഡിവിഡൻഡ് എന്താണോ അവരുടെ കയ്യിൽ ബാക്കിയുള്ളത് അതുകൊണ്ട് മാത്രമാണ്, ഫണ്ട് അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഡിവിഡൻഡ് പേ ചെയ്യുള്ളൂ. ആ തിയറിയാണ് റെസ്യൂഡിയൽ തിയറി എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദ തിയറി ഓഫ് ഡിവിഡൻഡ്, the firm should follow its investment policy of accepting all positive NPV project and paying out the dividend only if fund are available. ഫണ്ട് അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് പേയ്മെന്റ് ചെയ്യുള്ളൂ. അതാണ് റെസ്യൂഡിയൽ തിയറി എന്ന് പറഞ്ഞാൽ. ഇനി ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബേർഡ് ഇൻ ഹാൻഡ് തിയറി. ബേർഡ് ഇൻ ഹാൻഡ് തിയറി എന്ന് പറഞ്ഞാൽ ഗോർഡൺ മോഡലിന്റെ പറയുന്നതാണ് ബേർഡ് ഇൻ ഹാൻഡ് തിയറി. ഗോർഡൺ മോഡലിൽ സജസ്റ്റ് ചെയ്യുന്ന തിയറിയാണ് എന്താ, ആ തിയറിയുടെ വേറെ നെയിമാണ് ബേർഡ് ഇൻ ഹാൻഡ് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ അതുപോലെ തന്നെ വാൾട്ടർ മോഡൽ ഉണ്ട്. വാൾട്ടർ മോഡലിലും ഇതുപോലെ തന്നെ എന്താണ്
വാൾട്ടർ മോഡലിലും ഇതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട്, അസംഷൻസും കാര്യങ്ങളും, അതും നോക്കി വെക്കേണ്ടതാണ്. അസംഷൻസിന് ഏതെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളോട് ചോദിക്കും. വാൾട്ടർ മോഡലിൽ പറയുന്നത് ഇപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലാണെങ്കിൽ അവിടെ എന്താണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 0 ആയിരിക്കും. ഇനി ഒരു ഡിക്ലൈനിങ് ഫേം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 100% ആയിരിക്കും. ഒരു നോർമൽ ഫേം ആണെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഒരു 0 to 100 ഇങ്ങനെ ആ ഒരു റേഞ്ചിൽ മാറി മാറി നിൽക്കും. ഇതാണ് ഈ ഒരു തിയറിയിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അടുത്തത് പെക്കിംഗ് ഓർഡർ തിയറി ഇൻ ഫിനാൻസ് is based on the assertion of a asymmetric information between managers and investors, symmetric information between managers and investors, as outsiders information, asymmetric information among investors only. ഇനി എന്താണ് പെക്കിംഗ് ഓർഡർ തിയറി? അടുത്തത് പെക്കിംഗ് ഓർഡർ ഇതിൽ ചോദിച്ചിട്ടുള്ളത് പെക്കിംഗ് ഓർഡർ തിയറി ഇൻ ഫിനാൻസ് ഇസ് ബേസ്ഡ് ഓൺ അസേർഷൻ ഓഫ്, ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് പെക്കിംഗ് ഓർഡർ തിയറി പറയുന്നത്, ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ പെക്കിംഗ് ഓർഡർ തിയറി അത് നമ്മളുടെ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അതിലല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ളതിൽ വരുന്നതാണ് പെക്കിംഗ് ഓർഡർ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഏത് ഓർഡറിലാണ് ഇപ്പൊ ഒരു ഫേമിന് ഫണ്ട് ആവശ്യം വരുന്ന സമയത്ത് അവരെങ്ങനെയാണ് ആ ഫണ്ട് കളക്ട് ചെയ്യുന്നത്, അതാണ് പെക്കിംഗ് ഓർഡർ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പെക്കിംഗ് ഓർഡർ തിയറി ഫസ്റ്റ് സജസ്റ്റ് ചെയ്തത് ഡൊണാൾഡ്സൺ ഇൻ 1961 ഡൊണാൾഡ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് പെക്കിംഗ് ഓർഡർ തിയറി ഫസ്റ്റ് സജസ്റ്റ് ചെയ്തത്. പിന്നെ അത് കുറച്ച് മോഡിഫൈ ചെയ്തു, മയേഴ്സ് എന്ന് പറഞ്ഞിട്ട് 1984 കുറച്ച് മോഡിഫൈ ചെയ്തു. അപ്പോൾ ഈ തിയറിയിൽ പറയുന്നത് ഒരു ഫേമിന് ഫിനാൻസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെഫിനിറ്റ് ഓർഡർ ഉണ്ട്. ഇപ്പോ അവർക്ക് ഇഷ്ടമുള്ളത് പോലെയല്ലേ പിന്നിപ്പോ ഇഷ്ടമുള്ള മെത്തേഡിൽ ഫണ്ട് റേസ് ചെയ്യാം, അങ്ങനെയല്ല. അതിനൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട് ഫിനാൻസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു ഫേമിന് ഫണ്ട് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അവരെന്ത് ചെയ്യും, ഇന്റേർണലി ജനറേറ്റഡ് ഫണ്ട് ആയിരിക്കും ഫസ്റ്റ് പോകുന്നത്. അതായത് അവരുടെ കയ്യിൽ ആ ബിസിനസ്സിൽ എന്ത് ഫണ്ട് ഉണ്ടോ അത് ഉപയോഗിക്കാനായിട്ട് ആദ്യം നോക്കുന്നത്. ഇനി അവർക്ക് തോന്നുകയാണ് ഇന്റേർണലി ജനറേറ്റഡ് ഫണ്ട് സഫിഷ്യന്റ് അല്ല, അവരുടെ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഫിഷ്യന്റ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഡെപ്റ്റ് പുറത്തുനിന്നുള്ള കടം മേടിക്കാനായിട്ട് ഡെപ്റ്റ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ലോണോ ഡിബഞ്ചേഴ്സോ അങ്ങനെയുള്ളതൊക്കെയിലേക്ക് പോകും. അങ്ങനെ ഇതുപോലെ എല്ലാ സോഴ്സസും കഴിഞ്ഞു കഴിയുമ്പോഴായിരിക്കും ലാസ്റ്റ് ആയിരിക്കും അവർ ഫൈനലി ആണ് എന്തിലും മൂവ് ചെയ്യുള്ളൂ, ഇക്വിറ്റി ഷെയർ റേസ് ചെയ്യാനായിട്ട് പോവുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ ഓർഡർ ആണ് ആദ്യം ഇന്റേർണലി ജനറേറ്റഡ് ഫണ്ട്, കാരണം അതിനാവുമ്പോൾ ഇഷ്യൂ കോസ്റ്റ് ഇല്ല ഇന്റേർണലി ജനറേറ്റഡ് ഫണ്ട് ആണെങ്കിൽ. ഇനി ലാസ്റ്റ് ഏതിലേക്ക് വരുള്ളൂ, ഇക്വിറ്റി ഷെയർസിലേക്ക് വരുള്ളൂ. പക്ഷെ അവിടെ ഇക്വിറ്റി ഷെയറിൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഓർഡർ കറക്റ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പെക്കിംഗ് ഓർഡർ തിയറി എന്ന് പറയുന്നത്. സോ പെക്കിംഗ് ഓർഡർ തിയറി അവരുടെ ആ ഒരു ഓർഡർ ആണ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ യൂസ് ചെയ്യുന്ന ഓർഡർ ആണ് എന്ത് പെക്കിംഗ് ഓർഡർ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ പെക്കിംഗ് ഓർഡർ തിയറിയിൽ പറയുന്നത് ഫസ്റ്റ് അവർ ഇന്റേർണലി ജനറേറ്റഡ് ഫണ്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അത് സഫിഷ്യന്റ് അല്ല എന്ന് തോന്നുമ്പോഴാണ് എന്തിലേക്ക് പോകുന്നത്, ഡെപ്റ്റ്, ലോൺസ്, ബോണ്ട്, ഡിബഞ്ചേഴ്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അതും എല്ലാം കഴിഞ്ഞിട്ടും അവർക്ക് ഇനിയും ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പ്രിഫറൻസ് എന്നുള്ള രീതിയിലാണ് എന്ത് പോകുള്ളൂ, ആഫ്റ്റർ എക്സോസ്റ്റിംഗ് ഓൾ അതർ ഫണ്ട്, എന്നിട്ടാണ് ദേ മൂവ് ടു റേസ് ഫിനാൻസ് ത്രൂ ഇഷ്യൂ ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ യൂസ് ചെയ്യുള്ളൂ, കാരണം അതിന് കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഹയസ്റ്റ് ആയതുകൊണ്ട്. അപ്പൊ ഈ ഓർഡറിനെയാണ് പെക്കിംഗ് ഓർഡർ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഈ പെക്കിംഗ് ഓർഡർ തിയറിയിൽ ആ ഓർഡർ ഓഫ് പ്രിഫറൻസ് ഫോർ റേസിംഗ് ഫിനാൻസ് അറൈസസ്. എങ്ങനെയാണ് അത് അറൈസ് ചെയ്യുന്നത്, ബിക്കോസ് ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് അസിമെട്രിക് ഇൻഫോർമേഷൻ ബിറ്റ്വീൻ മാർക്കറ്റ് ആൻഡ് ദ ഫേം. മാർക്കറ്റ് അല്ലെങ്കിൽ എന്താണ് മാനേജേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഇവർ തമ്മിലുള്ള ആ ഒരു അസിമെട്രിക് മീൻസ് ഈക്വൽ അല്ലാതെ ആ ഒരു ഇൻഫോർമേഷൻസ് ഉള്ളത് കൊണ്ട്, അങ്ങനെ ഒരു ബിറ്റ്വീൻ ആ ഒരു അസിമെട്രിക് ഇൻഫോർമേഷൻ നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്ത് പെക്കിംഗ് ഓർഡർ തിയറി ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഈ ഒരു ഓർഡർ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓർഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പെക്കിംഗ് ഓർഡർ തിയറിയിൽ ഈ ഓർഡർ ആർഗ്യൂ ചെയ്യുന്നത് ഈ അസിമെട്രിക് ഇൻഫോർമേഷൻ ഉള്ളത് കൊണ്ട് തന്നെ
മാർക്കറ്റ് എപ്പോഴും പ്രോജക്റ്റ് അണ്ടർ വാല്യൂ ചെയ്യും. അതുകൊണ്ട് തന്നെ ഫേം എന്ത് ചെയ്യും, ഇന്റേണൽ ഫണ്ട് പ്രിഫർ ചെയ്യും. ദെൻ അവര് ഡെപ്റ്റിലേക്ക് പോവുള്ളൂ ആസ് കമ്പയർ ടു ഇക്വിറ്റി ഷെയർസ്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അസിമെട്രിക് ഇൻഫോർമേഷൻ ബിറ്റ്വീൻ മാനേജേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇതാണ് ആൻസർ ആയിട്ട്